അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പുറപ്പാട് 20, 12, 13 അതിൻ്റെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശീർഷകമായി കൊടുത്തിരിക്കുന്നത് കർത്താവ് അരുൾ ചെയ്ത വചനങ്ങൾ. ഇത് കർത്താവിൻ്റെ വചനമാണ് എന്നാണ് പറഞ്ഞത്. അതിനെങ്ങനെയാണ്? നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നീ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. 10 പ്രമാണങ്ങളിൽ 4-ാം പ്രമാണമാണിത്. ദീർഘകാലം ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടുന്നതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഒരു പക്ഷേ അപ്പനെ വെട്ടിക്കൊന്ന, അമ്മയെ ചെകിടത്തടിച്ച മക്കളെല്ലാം വലിയ ഹൈസ്പീഡ് വാഹനങ്ങളിൽ പോകുന്നുണ്ട്. ബഹുനില കെട്ടിടങ്ങളിൽ സ്വന്തമാക്കി താമസിക്കുകയും മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായതുമായ എല്ലാത്തിലെയും കൊന്നും തിന്നും കുടിച്ചും ആനന്ദിച്ചും തിമിർത്ത് മുന്നേറുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മൾ. ഈ ശരീരത്തിൻ്റെ കൊഴുപ്പും ജഡം നേടുന്നതുമല്ല കർത്താവിൻ്റെ ഉന്നം. കർത്താവ് പറഞ്ഞത്, നീ നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടത്. മാതാപിതാക്കളെ, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. പ്രമാണത്തെ കേട്ടുപഠിച്ച് ഭയന്നിട്ടല്ല, സത്യത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്ത് നീ സുദീർഘമായ നിന്റെ ആയുസ്, ജീവൻ കയ്യാളാൻ, അനുഭവിക്കാൻ, ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കും. ഇന്ന് നമുക്കറിയാം, വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉയർത്തുന്നു, സഭ ഉയർത്തുന്നു, സമൂഹത്തിലെ മനുഷ്യസ്നേഹികൾ, സമുദായ നേതാക്കൾ കെട്ടിപ്പടുക്കുന്നു വലിയ കെട്ടിടങ്ങൾ. എന്താണ് ഉന്നം? മക്കൾ പരിചരിക്കാത്ത, ഉപേക്ഷിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് കവി പാടിയതുപോലെ വലിയ വർണ്ണ പകിട്ടുള്ള കെട്ടിടങ്ങളിൽ കമ്പികളിൽ തൂങ്ങിപ്പിടിച്ച ചില കോലങ്ങളെ കാണാം. പ്രഭാതത്തിലോ പ്രദോഷത്തിലോ മധ്യാഹ്നത്തിലോ ഒന്നിലും ആരും തങ്ങൾക്ക് വരാനില്ല. പാൽ സഞ്ചി രാവിലെ ആരോ നിറയ്ക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും വർഷങ്ങൾക്ക് മുൻകൂട്ടി അടച്ച സംഖ്യ കൊണ്ട് പത്രങ്ങൾ മീതെ വന്ന് വീഴുന്നു. കേബിൾ ടി വിക്കും 5-10 വർഷങ്ങൾക്ക് ഒരുമിച്ചടയ്ക്കുകയാൽ ഇളവുള്ളത് കൊണ്ട് അത് അടച്ചു തീർത്തതിനാൽ കേബിൾ ടി വി സജീവം. ആയപ്പെണ്ണ് അവളിങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങളുടെ പാചക പൂർത്തീകരണത്തിന് ശേഷമുള്ള അവളുടെ രസങ്ങൾക്ക് വേണ്ടി കേബിൾ ടി വി സജീവം. ഇവിടെയുള്ള വയസ്സനായ തന്തയ്ക്കോ വയസ്സിയായ അമ്മയ്ക്കോ എന്തു കേബിൾ ടി വി? പോറ്റി വളർത്തിയ മക്കളുടെ അമ്മയെ പരിചരിച്ച് താരാട്ടുപാടി തോളിലിട്ട മകൻ്റെ അപ്പാ എന്നുള്ള വിളി കേൾക്കാത്ത മനസ്സുകളിൽ സംഗീതാത്മകമായ മർമ്മരമാണ്
ആ അപ്പ, അമ്മേ എന്നുള്ള വിളികൾ ഏത് കവിത്വത്തിനും ഏത് സംഗീത ജ്ഞാനങ്ങൾക്കും അപ്പുറമാണ് ഒരുപക്ഷെ ഈണം പകരാതെ കർത്താവ് രചിച്ച, അല്ലേ, പിതാവിലൂടെ മാതാവിലൂടെ ദൈവം രചിച്ചു വെച്ച കാവ്യങ്ങളുടെ കാവ്യമായ അപ്പ, അമ്മ എന്നുള്ള ആ കാവ്യങ്ങൾ, ഇതിഹാസ കാവ്യങ്ങൾ പാടാത്ത അധരങ്ങളെ നിങ്ങൾക്ക് വേറെന്ത് ശാപം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല എന്ന് വരുമ്പോൾ അവർക്ക് ഈ കവിത പാടാനാകുന്നില്ല. ദൂരങ്ങളിൽ പോയി സമ്പത്ത് കൊയ്ത് ശേഖരിച്ച് അറപ്പുരകൾ തങ്ങളുടെ തലമുറകൾക്കും വരും തലമുറകൾക്കു വേണ്ടി നിറയ്ക്കുന്ന മക്കൾ സമുച്ചയമേ, മക്കൾ ഗണങ്ങളെ, നിങ്ങൾക്ക് ജീവനൊരുക്കിയ ദൈവപിതാവ്, ആ ജീവന്റെ ശരീരമാകുന്ന കവചമൊരുക്കിയ മാതാപിതാക്കളെ ദീർഘകാലം ദൈവത്തോടൊത്തു കഴിയാൻ അവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാകുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്വയം വിധിക്കുന്ന ശാപം. അവർക്ക് പാടാൻ കഴിയുന്നില്ല. അപ്പാ, അമ്മേ എന്ന് അരികിലിരുന്ന് തൊട്ടുതലോടി ആ കാവ്യം പാടാനാകാത്ത നഷ്ടം. ദൂരങ്ങളിൽ നിന്ന് ഒരു പക്ഷേ ഒരു കയ്യിൽ കഞ്ഞി അരികത്തിരുന്ന് കോരിക്കൊടുക്കാൻ സാധിക്കാതെ ദൂരങ്ങളിലിരുന്ന് കമ്പ്യൂട്ടറൈസ്ഡ് മാധ്യമങ്ങളിലൂടെ പോറ്റുന്ന മക്കൾ ഈ കവിത പാടാൻ പറ്റാതെ പോകുന്നു. അവർക്ക് ജീവിതമില്ലാതെ പോകുന്നു. അവർ അറിയുന്നില്ല. ദൈവരാജ്യത്ത് ദീർഘകാലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ മുന്നേറുന്നു, എങ്ങോട്ടെന്നില്ലാതെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.